മലയാളി മൊമെന്റ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഈവനിങ് റുട്ടീനാണ്. അപ്പൊ ഇപ്പൊ സമയം ഇപ്പൊ 4 മണിയായി. പക്ഷെ ഇപ്പം സിദ്ധുവിന് വിശക്കുന്നു. അതുകൊണ്ട് അവൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ അവനൊരു സോസേജ് വറുത്ത് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരു സോസേജും ഒരു മുട്ടയും കൂടി സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കാനാണ് ഇപ്പോഴത്തെ പരിപാടി. സോസേജ് എന്തുവാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സോസേജ് ഞാൻ സാധാരണ അതിൻ്റെ തൊലി കളയും. അതിൻ്റെ തൊലി ഇങ്ങനെ കളഞ്ഞ് അതങ്ങ് ഊരിയെടുക്കും. എന്നിട്ടാണ് ഞാൻ ഇവിടെ വിശക്കുന്നവർ നിൽക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒന്നും തൊലി അവന് ഇഷ്ടമല്ല. കുറച്ച് എണ്ണ ഒഴിച്ച് ഞാനിവന് മുട്ടയടിക്കുമ്പോൾ സാധാരണ ഒരു ഇച്ചിരി കുറച്ച് വെള്ളം, ഇത് യൂട്യൂബിൽ കണ്ടതാണ്, കുറച്ച് വെള്ളവും കൂടി മുട്ടയിടാം. പിന്നെ അവനൊരു ഇവിടെ ആരും അങ്ങനെ ഉപ്പ് മുട്ടക്കിടില്ല. പിന്നെ അവന് ഞാനൊരു ഹിമാലയൻ സോൾട്ട് അത് കുറച്ച്. പിന്നെ കുറെ ക്രോസാൻഡ് ഉണ്ട്, ചോക്ലേറ്റ് ക്രോസാൻഡ്. അപ്പം ഇതും കൂടി മൈക്രോവേവ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. ഇനിയിപ്പൊ സിദ്ധുവിന്റെ ബ്രഞ്ച് കഴിക്കാൻ പോവുകയാണ്. ചപ്പാത്തി, പിന്നെ ഇന്നലത്തെ രാജ്മ ഞാൻ ഇന്നലെ വെച്ചതും എഗ് വൈറ്റ്. ഇതാണ് ഇന്നത്തെ എൻ്റെ. കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഡിന്നറിനുള്ള പ്ലാൻ. അപ്പൊ ഇന്ന് ഞാൻ ഡിന്നറിന് ഇന്ന് കുക്ക് ചെയ്യാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് മീനാണ്. ഇത് സാൽമൺ, ഞാൻ മുമ്പേ കാണിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ഫിലെയാണ്, മുള്ളൊന്നുമില്ല. അങ്ങനെ 2 പീസുണ്ട്. അപ്പം ഇത് ഒന്നെങ്കിൽ കറി വെക്കണം, അല്ലെങ്കിൽ ഒരു പീസ് കറി. ഇത് 5-6 കഷ്ണങ്ങൾ വരും. ഇനി ചെറുതായിട്ട് നമ്മൾ മുറിച്ചിട്ട് ഇതിൻ്റെ കറി വയ്ക്കണം. പിന്നെ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ലിവിങ് റൂം ഒരാളെവിടെ തകർത്ത് വാരിയുമാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം, വാക്യൂം ചെയ്യണം ഇന്ന്. സിദ്ധു, റിമോട്ടിങ് കൊണ്ടുപോവാ. താങ്ക് യു.
സിദ്ധുവിന്റെ പുതിയ ഹെയർ കട്ട് എല്ലാം അളിഞ്ഞിരിക്കുക. ചൊവ്വ എന്തെങ്കിലും കാണിച്ച്. മുഴുവൻ നേരം സിദ്ധു ഉറങ്ങുമായിരുന്നു. മുടി വെട്ടിയപ്പം ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ മുടി വെട്ടിയ ഒരു സീൻ. വലുതാകുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കണം. ഇവ എന്തിന് നാണക്കേട് സിദ്ധു, നീ ഫുൾ ഉറങ്ങുമായിരുന്നു. ഒന്ന് കോൾഡും ഉണ്ട്. നല്ല മഴയുള്ള ദിവസമാണ്. അതുകൊണ്ട് ഇത് ഇവിടെ മേഘം എല്ലാം നല്ല ഫോഗ് പിടിച്ച് കിടക്കുകയാണ്. ഡാലസ് സിറ്റിയുടെ അടുത്താണ്. ഭയങ്കര ഫോഗാണ്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂ എന്ന് അറിഞ്ഞൂട. മുടി വെട്ടി ഉറങ്ങിയപ്പോഴാണ് ഞങ്ങൾ സിദ്ധുവിന്റെ മുടി വെട്ടിയത്. മുടി വെട്ടി കഴിഞ്ഞ് പുള്ളി കണ്ടിട്ടില്ല. ഈ കണ്ണാടിയിൽ ഞങ്ങൾ കാണിക്കാൻ പോവുക. അത് റിയാക്ഷൻ എന്താവും നോക്കണ്ട. ഒരു മെക്സിക്കൻ ടൈപ്പ് ഹെയർ കട്ടാണ്. ഫുൾ ഫേഡ് ചെയ്തിരിക്കുകയാണ് പുള്ളിയുടെ മുടി പുറയിലൊക്കെ. നോക്കട്ടെ. നമ്മുടെ സാൽമൺ നമ്മൾ വൃത്തിയായിട്ട് കഴുകി 2 പീസ് ഞാൻ വേറെ ഇത് ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇത് വെള്ളം പോകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് നന്നായിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് വെള്ളം പോയിട്ട് പിന്നെ നമുക്ക് കുക്ക് ചെയ്യാം. സിദ്ധു പാല് കുടിച്ചിട്ട്
ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കടുകും ഉലുവായും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് സവോള ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പും അതിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഈ സവോള വാടാനായിട്ട് ചെറു തീയിൽ വയ്ക്കണം. അതിനുശേഷം സവോള വാടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് 2 ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം തക്കാളി നല്ല പൾപ്പി ആൻഡ് സോഫ്റ്റ് ആകാൻ വേണ്ടി അടച്ചു വെക്കണം. തക്കാളി പൾപ്പി ആയി കഴിയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിനൊപ്പം ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യണം. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പച്ച മണം മാറിക്കഴിയുമ്പോൾ ഞങ്ങൾ ആലപ്പുഴക്കാർ ഇതിനകത്ത് കുടംപുളിയാണ് ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് അതിനേക്കിട്ട് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ പാൽക്കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ വെള്ളത്തിൽ കലക്കിയത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മളുടെ മീൻ വേകാൻ ആവശ്യത്തിന് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ സാൽമൺ ഫിഷ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ചെറിയ തീയിൽ ഇത് ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് വെള്ളം ഒന്ന് കുറുകാനായിട്ട്, അല്ലെങ്കിൽ ഇത് കുറുകി നമ്മളിപ്പോൾ ഉലുവായിട്ട കൊണ്ട് അത് കുറുകി തുറന്ന് വെച്ചൊരു 2 മിനിറ്റ്. നമ്മുടെ ഫിഷ് കറി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഓഫ് ചെയ്ത് കത്തോട്ടം. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിന്നറിൻ്റെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വ്ളോഗ് അവസാനിക്കാറായി. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇന്നലത്തെ കുറച്ച് സിദ്ധുവിൻ്റെ ഹെയർ കട്ട് ക്ലിപ്സ് കുറച്ച് രസമാണ് കാണാൻ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും പിന്നെ ഇന്നത്തെ നമ്മുടെ വ്ളോഗും കൂടി ഒരുമിച്ചായിരിക്കും ഞാൻ നോയിലൂടി. എൻ്റെ ഹസ്ബൻഡും കൂടി വന്നു കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നാണ് കഴിക്കുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേര് ഉള്ളെങ്കിലും എനിക്കൊരു നിർബന്ധമാണ്, ലൈക്ക് ഫാമിലി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ മോന് ഒരു രസമായിരിക്കും എന്ന് വെച്ചാൽ ഒരു നേരമല്ലേ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നിടം വരെ ബൈ ബൈ ഫ്രം ടെക്സാസ്.